പ്രവാസ ലോകത്തെ വാർത്തകൾ. H-1B വിസ നയത്തിൽ ട്രംപിന് മനംമാറ്റം. വിദേശ തൊഴിലാളികളെ ദീർഘകാലത്തേക്ക് ആശ്രയിക്കുന്നതിന് പകരം അമേരിക്കക്കാരെ പരിശീലിപ്പിക്കുന്നതിനായി വിദേശികളെ കൊണ്ടുവരികയാണ് ട്രംപിൻ്റെ പുതിയ നയമെന്ന ട്രഷറി സെക്രട്ടറിയുടെ വിശദീകരണം. H-1B വിസ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിന് മാറ്റമുണ്ടായതിനു പിന്നാലെ വിഷയത്തിൽ വിശദീകരണവുമായി ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് രംഗത്തെത്തി. വിദേശ തൊഴിലാളികളെ ദീർഘകാലത്തേക്ക് ആശ്രയിക്കുന്നതിന് പകരം ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലികളിൽ അമേരിക്കക്കാരെ പരിശീലിപ്പിക്കുന്നതിനായി വിദേശികളെ താൽക്കാലികമായി അമേരിക്കയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ട്രംപിന്റെ പുതിയ നയമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. പതിറ്റാണ്ടുകളായി പുറം കരാർ നൽകുന്ന രീതിക്ക് പകരം US നിർമ്മാണ മേഖലയെ പുനർനിർമ്മിക്കുക എന്നതാണ് പുതിയ സമീപനത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. US തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി 3, 5, 7 വർഷത്തേക്ക് വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ കൊണ്ടുവരിക എന്നതാണ് ട്രംപിന്റെ കാഴ്ചപ്പാട്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള പ്രതിഭകളെ US എത്തിക്കണമെന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം ട്രംപ് ആഹ്വാനം ചെയ്തിരുന്നു. രാജ്യത്ത് ചില പ്രത്യേക മേഖലകളിൽ പ്രതിഭകളുടെ കുറവുണ്ടെന്നും അദ്ദേഹം സമ്മതിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ യാത്രാ നടപടികൾ എളുപ്പമാക്കാൻ സ്മാർട്ട് പാസ് ഉടൻ ആരംഭിക്കും. ക്യാമറകൾക്ക് ഒരേ സമയം 35 ആളുകളുടെ ഐഡന്റിറ്റി പരിശോധിക്കാനാകും. യാത്രാ നടപടികൾ എളുപ്പമാക്കുന്നതിനും സ്മാർട്ട് ക്യാമറകൾ ഉപയോഗിച്ച് ഐഡന്റിറ്റി പരിശോധനയ്ക്കുമായി രാജ്യത്തെ കര, കടൽ, വ്യോമ കവാടങ്ങളിൽ സ്മാർട്ട് പാസ് ഉടൻ ആരംഭിക്കുമെന്ന് സൗദി പാസ്പോർട്ട് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സാലിഹ് അൽ മുറംബ പറഞ്ഞു. റിയാദിൽ നടന്ന ഡിജിറ്റൽ ഗവൺമെന്റ് 2025 ഫോറത്തിലാണ് വെളിപ്പെടുത്തൽ. ക്യാമറകൾക്ക് ഒരേ സമയം 35 ആളുകളുടെ ഐഡന്റിറ്റി പരിശോധിക്കാനാകും. കഴിഞ്ഞ ഹജ്ജ് സീസണിൽ ഈ സാങ്കേതികവിദ്യ പരീക്ഷിച്ചതായി അദ്ദേഹം സൂചിപ്പിച്ചു. രാജ്യങ്ങൾക്കിടയിലുള്ള യാത്രാ നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനായി നിലവിൽ അബ്ഷീർ പ്ലാറ്റ്ഫോമിൽ ഡിജിറ്റൽ പാസ്പോർട്ട് ലഭ്യമാണ്. ഇതിന്റെ ഉപയോഗം വിപുലീകരിക്കുന്നതിനായി സൗദിക്കും മറ്റ് രാജ്യങ്ങൾക്കുമിടയിൽ അന്താരാഷ്ട്ര കരാറുകൾ ഒപ്പിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഡിപ്പാർച്ചർ ലോഞ്ചുകളിൽ പാസ്പോർട്ട് നിയന്ത്രണത്തിലൂടെ കടന്നുപോകേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കിക്കൊണ്ട് ഡിപ്പാർച്ചർ നടപടിക്രമങ്ങൾ ലളിതമാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.